Huawei Honor 7യുടെ അൺബോക്സിങ്ങും റിവ്യൂവുമായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത്. കഴിഞ്ഞ മാസം തുടക്കത്തിലാണ് Honor 7 മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തത്. ഹോണറിന്റെ ഒരു മിഡ് റേഞ്ച് ഓഫറിംഗ് സ്മാർട്ട് ഫോൺ തന്നെയാണ് Honor 7. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ ഏറ്റവും നല്ല ഡ്യുവൽ ക്യാമറ സ്മാർട്ട് ഫോൺ തന്നെയാണ് Honor 7. 3GB റാമിലും 32GB ഇന്റർണൽ സ്റ്റോറേജിലുമാണ് Honor 7 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ പ്രൈസ് വരുന്നത് 8,999 ആണ്. ബ്ലാക്ക്, ബ്ലൂ, ഗോൾഡ് കളറുകളിൽ ഫോൺ അവൈലബിൾ ആണ്. നമുക്ക് ഫോണിന്റെ ബോക്സ് പാക്കിംഗ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ആദ്യം Honor 7 ഡിവൈസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ വരുന്നത് ഒരു വാറണ്ടി ഇൻഫർമേഷൻ കാർഡും ഒരു ലെറ്റ് സ്റ്റാർട്ട് ഗൈഡുമാണ്. അടുത്തൊരു സ്റ്റാൻഡേർഡ് Honor 5V 2A ചാർജറാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ വരുന്നത് ഒരു നോർമൽ USB കേബിളുമാണ്. കൂടാതെ ഒരു സിം ഇജക്റ്റിംഗ് ടൂളും ഇൻക്ലൂഡ് ആണ്. അടുത്ത് വരുന്നത് ഒരു സ്ക്രീൻ പ്രൊട്ടക്ടറാണ്. ഡിവൈസ് നോക്കുകയാണെങ്കിൽ ഒരു പ്രീമിയം ലുക്കാണ് Honor 7 കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫോണിൻ്റെ ഡിസൈൻ ആസ്പെക്റ്റും ബിൽഡ് ക്വാളിറ്റിയും നോക്കാം. താഴ്ഭാഗത്ത് സ്പീക്കർ യൂണിറ്റും USB പോർട്ടും മൈക്രോഫോണും അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ലെഫ്റ്റ് സൈഡിൽ സിം ട്രേ അറ്റാച്ച് ചെയ്തിരിക്കുന്നു. റൈറ്റ് സൈഡിൽ വോളിയം റോക്കേഴ്സും പവർ ബട്ടണുമാണ്. ടോപ്പ് സൈഡിൽ 3.5mm ഓഡിയോ ജാക്കുമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ബാക്ക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫിംഗർ പ്രിന്റ് സെൻസറും ഒരു Honor ബ്രാൻഡിങ്ങും ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പും LED ഫ്ലാഷ് ലൈറ്റും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 18:9 ആസ്പെക്ട് റേഷ്യോയിൽ 14.5 സെൻറ്റിമീറ്ററിൽ ഒരു 5.7 ഇഞ്ച് ഫുൾ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഡിസ്പ്ലേ കളേഴ്സ് നല്ല കോൾഡറും വൈബ്രൻറ്റും ആയിട്ടുള്ള കളേഴ്സാണ്. ഈവൻ ടച്ച് റെസ്പോൺസും വളരെ സ്മൂത്താണ്. സോഫ്റ്റ്വെയർ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫോൺ വരുന്നത് EMUI 8.0ൻ്റെ സഹായത്തോടെ ആൻഡ്രോയിഡ് വെർഷൻ ഒറിയോയിലാണ്. ഈ ഫോണിൻ്റെ പ്രൊസസ്സർ വരുന്നത് 1.4 GHz ഒക്ടാ കോർ സ്നാപ്ഡ്രാഗൺ 420 ചിപ്സെറ്റാണ്. ബാറ്ററി ബാക്കപ്പ് നോക്കുകയാണെങ്കിൽ ഒരു 3000 mAh ലിഥിയം അയൺ ഇൻബിൽറ്റ് ബാറ്ററിയാണ് ഇതിൽ ലഭിക്കുന്നത്. കൂടാതെ ഈ ഫോണിൽ ഫിംഗർ പ്രിന്റ് സെൻസർ അൺലോക്ക് കൂടാതെ ഫേസ് അൺലോക്കും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫോണിൻ്റെ ക്യാമറ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ബാക്ക് സൈഡിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത് 13+2 മെഗാ. ഫ്രണ്ടിൽ സെൽഫിക്കായിട്ട് 8 മെഗാ. ഒരു സിംഗിൾ ക്യാമറയാണ് വരുന്നത്. ബിലോ ഒരു 10,000 ഇതൊരു നല്ലൊരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിലുള്ള ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. ഇത് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ആ ഹാൻഡിലിന്റെ ഇടതുവശത്ത് ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്.